ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. ഇന്ന് രാമായണം പ്രഭാഷണം നടത്തുന്നതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് നാം ആഗ്രഹിക്കുകയാണ്. കാരണം പതിവായി നാം ഇങ്ങനെ രാമായണം പറയുമ്പോൾ ധാരാളം കാക്കകൾ വന്നിരുന്ന് ഇവിടെ ഇങ്ങനെ ഒച്ചവയ്ക്കുന്നുണ്ട്. ഇന്നും ധാരാളം കാക്കകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇത്തരമൊരു കാക്കയുടെ ശല്യം അല്ലെങ്കിൽ കാക്ക ഇങ്ങനെ കൂടി വന്നിരുന്ന് ഇവിടെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് കാക്ക കരയുന്നത് നാം കേൾക്കാറില്ല. പക്ഷെ രാമായണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭാഷണ വേളയിൽ നിരന്തരമായി ഇങ്ങനെ കാക്കകൾ വന്ന് കൂട്ടം കൂടിയിരുന്ന് കാക്കകൾ ഒച്ചവയ്ക്കാറുണ്ട്. ഇതെന്താണ് കാരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് രാമായണവുമായി ബന്ധപ്പെട്ട കാക്കയുടെ സാന്നിധ്യമാണ്. അതൊരു സംഭവമാണ്. ബോപ്സ് രാജ്യത്ത് കാകഭുഷുണ്ടി, ഭുഷുമ്പി എന്നും ഭുഷുമ്പൻ എന്നും ഒക്കെ പറയും. കാകഭുഷുണ്ടി അല്ലെങ്കിൽ ഭുഷുമ്പൻ, ഏത് വിധത്തിൽ വേണോ പറയാം. ആ വിധത്തിൽ കാകഭുഷുണ്ടി എന്നൊരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കടുത്ത ഒരു ശിവഭക്തനായിരുന്നു. സദാസമയവും ശിവപൂജയാണ്. തീവ്രമായ ശിവഭക്തിയുള്ള ആളാണ് കാകഭുഷുണ്ടി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാർ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ശിവഭക്തിയിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, അദ്ദേഹത്തിന് വിഷ്ണുവിനെ വെറുപ്പാണ്, വൈഷ്ണവരെയും വെറുപ്പാണ്. ശിവനല്ലാതെ മറ്റൊരു ആരാധനമൂർത്തിയില്ല എന്ന നിലയിൽ എപ്പോഴും സംസാരിക്കും. വിഷ്ണുവിനെയും വൈഷ്ണവരെയും നിരന്തരമായി ആക്ഷേപിച്ച് സംസാരിക്കും. ഈ തീവ്ര ഭക്തിയുണ്ടെങ്കിലും ഈ വിധത്തിൽ ഇങ്ങനെ നിരന്തരമായി ആക്ഷേപിച്ച് സംസാരിക്കുന്നതിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഗുരു തന്നെ പറഞ്ഞു, ഭുഷുണ്ടി, ഇത് നല്ല കാര്യമല്ല. ഇങ്ങനെ വിഷ്ണുവിനെയും വിഷ്ണുഭക്തരെയും വൈഷ്ണവരെയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇങ്ങനെ കടുത്ത ശിവപൂജയിലാണ്. ശിവപൂജ നടത്തുമ്പോഴും ഇത് തന്നെ പറയും, വിഷ്ണുവിനെതിരായി പറഞ്ഞു. അപ്പോഴാണ് ഗുരുനാഥൻ ഇങ്ങനെ പറഞ്ഞത്, ഒന്നുമല്ലെങ്കിൽ ശിവപൂജ നടത്തുമ്പോഴെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വിഷ്ണുവിനെക്കുറിച്ച് തെറ്റായ നിലയിൽ സംസാരിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾ കാകഭുഷുണ്ടി ഗുരുവിനെ ധിക്കരിക്കാൻ തുടങ്ങി. ഗുരുവിനെ ധിക്കരിച്ച് സംസാരിച്ചു. ഇത് ശിവഭഗവാൻ മഹേശ്വരന് വളരെ അസ്വസ്ഥമായി തോന്നി. തൻ്റെ ഒരു ഭക്തനായി നിൽക്കുന്ന ഒരാൾ ഗുരുവിനെ നിന്ദിച്ച് പെരുമാറുക, ഗുരു പറഞ്ഞിട്ട് അനുസരിക്കാതിരിക്കുക,
നിരന്തരമായി വിഷ്ണുവിനെ കുറിച്ച് കുറ്റം പറയുക, വൈഷ്ണവരെ കുറ്റം പറയുക. ഇപ്പോൾ ഗുരു തിരുത്താൻ ശ്രമിച്ചിട്ട് ഗുരുവിനെ അധിക്ഷേപിക്കുകയാണ്. ശിവപരമേശ്വരൻ മനസ്സിൽ കാകഭുഷിണ്ടിയെ അങ്ങ് വിട്ടു. അദ്ദേഹം ഇയാളൊരു ഇഴജന്തുവായി മാറട്ടെ എന്നാഗ്രഹിച്ചു. ആ ഇഴജന്തു ഒരു ചെറിയ ഇഴജന്തു, പാമ്പോ ചേരയോ എന്തെങ്കിലുമായി മാറട്ടെ എന്നുള്ള നിലയിൽ ചെറിയ ജന്തുവായി മാറട്ടെ എന്നാണ് പരമശിവൻ നിശ്ചയിച്ചത്. ഒപ്പം ഈ ഇഴജന്തു 1000 തലമുറ ഇങ്ങനെ കഴിയട്ടെ എന്നും ആ ജന്തുവിൻ്റെ 1000 തലമുറ കഴിയട്ടെ എന്നും ശിവഭഗവാൻ നിശ്ചയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു രാമഭക്തനായി ഇയാൾക്ക് പുനർജന്മം കിട്ടട്ടെ എന്നും മനസ്സിൽ നിശ്ചയിച്ചു. കാകഭുഷുണ്ടി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഇഴജന്തുവായി മാറി. അങ്ങനെ 1000 തലമുറ ആരും ശ്രദ്ധിക്കാതെ ഒരു ഇഴജന്തുവായി ഈ കാകഭുഷുണ്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജന്മം കിട്ടി, ഒരു പുരോഹിതനായി. ഒരു പുരോഹിത ജന്മമാണ് കിട്ടിയത്. അപ്പോൾ വളരെ തീവ്രമായ രാമഭക്തിയുള്ള, വിഷ്ണുഭക്തിയുള്ള ആ ഒരു വ്യക്തിയായി ഇയാളിങ്ങനെ വളർന്നു. പക്ഷെ ഇയാൾക്ക് ഈ ഗുരുനിന്ദ എന്ന് പറയുന്നത് ഒരിക്കലും വിട്ടുപോകാത്തൊരു കാര്യമാണ്. അപ്പോൾ പുരോഹിതനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവായിരുന്നു ലോമാക്ഷൻ. ലോമാക്ഷൻ കടുത്ത വിഷ്ണുഭക്തനും തീവ്രമായ രാമഭക്തനുമായ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ലോമാക്ഷനുമായി സംസാരിക്കവേ ലോമാക്ഷൻ ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറയുകയായിരുന്നു. 2 തരം പ്രാർത്ഥനയുണ്ട്. ഒന്ന് നല്ല പ്രാർത്ഥന, വേദങ്ങളും മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് നടത്തുന്ന നല്ല പ്രാർത്ഥന. മറ്റൊന്ന് അഥർവമാണ്, ശരിയല്ലാത്തൊരു മന്ത്രങ്ങൾ, ദുർമന്ത്രവാദം എന്ന് പറയുന്നു. ദുർമന്ത്രവാദം ചെയ്യുന്ന അല്ലെങ്കിൽ ദുഷ്ടപൂജകൾ ചെയ്യുന്ന, അഥർവപൂജ ചെയ്യുന്ന സംസ്കാരം, അത് നല്ലതല്ല എന്നുള്ള നിലയിൽ ലോമാക്ഷൻ സംസാരിക്കുകയായിരുന്നു. അടിസ്ഥാനപരമായി ഗുരുവിനെ ധിക്കരിക്കുക എന്നുള്ള വികാരമാണല്ലോ തലമുറകൾക്ക് മുമ്പേ കാകഭുഷുണ്ടിയുടെ ഒരു സ്വഭാവം. പുരോഹിതനായി മാറി പിന്നീട് ജനിച്ചു വരുമ്പോഴും കാകഭുഷുണ്ടി തന്നെയാണ് പേര്. കാലം കഴിഞ്ഞപ്പോഴും കിട്ടിയ പേര് അത് തന്നെയാണ്. ഇയാൾ ലോമാക്ഷനെ ധിക്കരിച്ചു. ഗുരുവിനെന്തറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കരിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ലോമാക്ഷന് പെട്ടെന്ന് ദേഷ്യം വന്നു. കാരണം പുരോഹിതനായി നമ്മോടൊപ്പം വന്ന് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ കുറേ കാലമായി വൈഷ്ണവ പൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി വളരെ അനുസരണയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സച്ചിന്തയുടെ ഒരു വക്താവായി നിൽക്കുന്നു എന്ന് നാം ധരിച്ച ഈ കാകഭുഷുണ്ടി ഇങ്ങനെ കലബല എന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒച്ച വെച്ച് സംസാരിക്കാൻ തുടങ്ങി. പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ല, വീണ്ടും ഒച്ച വെച്ച് ഇങ്ങനെ നിരന്തരമായി ലോമാക്ഷനുമായി തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ ലോമാക്ഷൻ വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കേൾക്കാൻ കാകഭുഷുണ്ടി തയ്യാറില്ല. ഇങ്ങനെ
കലപിലാന്ന് ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അതല്ലേ, ഇതല്ലേ എന്ന നിലയിൽ തർക്കിക്കുകയാണ്. ലോമാഷന് സഖി കെട്ടു. ലോമാഷൻ ശപിച്ചു, നീ ഒരു കാക്കയായി പോകട്ടെ. പെട്ടെന്ന് ഈ കാകഭുഷണ്ടി ഞെട്ടിപ്പോയി. കാക്കയായി പോകട്ടെ എന്ന്. കാക്കയായി ഇങ്ങനെ അയോധ്യയിൽ ചെന്ന് അവിടെ ഇങ്ങനെ അയോധ്യയിൽ കൊട്ടാരത്തിനടുത്തും ശ്രീരാമ ബാലനായിരിക്കുന്ന സമയത്താണ് ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനുമൊക്കെ ബാലന്മാരായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി അവിടെ ഇങ്ങനെ ചെന്ന് ഒരിക്കൽ രാമൻ ഇരിക്കുന്നതിനടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കാന്നിങ്ങനെ വെച്ചു. അപ്പോൾ ശ്രീരാമൻ ഇതിനെ പിടിക്കാൻ പോയി, ഇങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ പോയി. അപ്പോൾ ഇത് പറന്നു. അപ്പോൾ പറക്കം തോറും ഇങ്ങനെ രാമൻ്റെ കരങ്ങൾ ഉയർന്നു വരുന്നതായിരുന്നു തോന്നി. ഇത് പറന്ന് വളരെ ഉയരത്തിലായപ്പോൾ ശ്രീരാമനിൽ നിന്ന് അകന്നു എന്നുള്ള നിലയിൽ. പക്ഷേ അപ്പോഴും രാമൻ്റെ ഒരു വിരലകലെ മാത്രമാണ് ഈ കാക്ക. അപ്പോൾ കാകഭുഷണ്ടിയാണ്, നന്നായിട്ട് അറിയാം. കാകഭുഷണ്ടി ശാപം കിട്ടി കാക്കയായി നിൽക്കുന്നതാണ്. അത് തിരിച്ച് നോക്കുമ്പോൾ രാമൻ ഇങ്ങനെ നിൽക്കുകയാണ്, താഴെ നിൽക്കുന്നത്. പക്ഷേ രാമൻ നോക്കുക, രാമൻ ചിരിക്കുകയാണ്. രാമൻ ചിരിച്ചപ്പോൾ കാക്ക രാമൻ്റെ തുറന്ന വാ കണ്ടു. വായ്ക്കുള്ളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ബ്രഹ്മാണ്ടം, കോടാനുകോടി സൂര്യന്മാരും കോടാനുകോടി ചന്ദ്രന്മാരും പ്രപഞ്ചമാകെ തന്നെ ബ്രഹ്മാണ്ടം, പ്രപഞ്ചം ഇങ്ങനൊരു പ്രപഞ്ചമുണ്ട്. ചിരിക്കുകയാണ് ഒരു ഈ വിധം. കാക്ക ഞെട്ടിപ്പോയി. കാക്ക ഇങ്ങനെ ആയത്, ഇങ്ങനെ ഭഗവാന്റെ രൂപം തനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ഭാഗ്യം, വിശ്വാസമുണ്ടായി. ഇങ്ങനെ ഞെട്ടിപ്പോയി. ഇങ്ങനെ നോക്കി നിന്നു, ശ്രീരാമൻ്റെ വായ്ക്കുള്ളിലേക്ക് നോക്കി നിന്നു. രാമ 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 എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിന്നു. കാകഭുഷണ്ടി അപ്പോൾ തീരുമാനിച്ചു, നമുക്കിനി കാക്കയായി തന്നെ ജീവിതം തുടർന്നാൽ മതിയെന്ന്. ശ്രീരാമനാമം ഇവിടെ കേൾക്കുന്നു, അവിടേക്ക് കാക്കയായി എത്താനും കാക്കയായി കാണാനും കാക്കയെ ആയി ശബ്ദിക്കുവാനും കിട്ടുന്ന അവസരം എന്നും കാകഭുഷണ്ടി തലമുറകളായി ഉപയോഗപ്പെടുത്തി വരുന്നു. അങ്ങനെ ആണ് നാം സംസാരിക്കുന്ന സമയത്ത് സ്ഥിരമായി കാക്കകൾ ഇവിടെ എത്താറുള്ളത് എന്ന് നാം കണ്ടെത്തിയിരിക്കുന്നു. അതാണ് നമ്മെ ഇന്ന് ഈ കാര്യം പറയാൻ പ്രേരിപ്പിച്ചത്.